കോൺഗ്രസിനെതിരായിട്ട് ഇന്ന് തിരുവനന്തപുരത്ത് ബി.ജെ.പി. ഒരു പ്രതിഷേധം നടത്തി. അതിൽ നിന്ന് പ്രതിഷേധം ജലപീരങ്കി ഉപയോഗിച്ചൊക്കെ വലിയ പ്രതിഷേധമായി മാറിയിട്ടുണ്ട്. ശരിക്കും നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ ആണ് സമരം നടത്തുന്നത്. അതൊരു പാർട്ടി നടത്തുന്നതല്ല, ജനങ്ങൾ എല്ലാം, വിദ്യാർത്ഥികൾ എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്നത്. അപ്പൊ ഈ കോൺഗ്രസിനെതിരെ നടന്ന പ്രതിഷേധം എന്തർത്ഥത്തിലാണ്? കുറെ കാലം കൂടി ബി.ജെ.പിക്കൊന്നും ദേഹം അനങ്ങാൻ ഒരു അവസരം കിട്ടി, അതങ്ങോട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു എന്നാണ് എനിക്ക് ഇന്ന് തോന്നുന്നത്. അത് മാത്രമല്ല, കേന്ദ്രത്തെ സുഖിപ്പിക്കാൻ കേരളം എന്തും ചെയ്യും എന്നുള്ള ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഘട്ടം വന്ന ഒരു സാഹചര്യത്തിലാണ് കറക്റ്റ് സമയത്ത് പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ രാഹുൽ ഗാന്ധി സമരം നടത്തി അതിനെതിരെ ഈ കോൺഗ്രസ് ആസ്ഥാനത്തിനെതിരെ അല്ലെങ്കിൽ KPCC ആസ്ഥാനത്തിനെതിരെ ഒരു പ്രതിഷേധ മാർച്ച് ബി.ജെ.പി. സംഘടിപ്പിക്കുന്നത്. അതിന് വേറൊരു കാരണം കൂടി, അത് ഞാൻ വഴിയേ പറയാം. അപ്പോൾ നമ്മുടെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഉണ്ട്, നമ്മുടെ MLA ആയ V. മുരളീധരനുണ്ട്, മേയർ V. രാജേഷ് ഉണ്ട്, കൂടാതെ ഷോൺ ജോർജ്, അങ്ങനെ ഒരുപാട് തലമുതിർന്ന ബി.ജെ.പി. നേതാക്കളെല്ലാം ഈ ഒരു സമരത്തിൽ അണിനിരുന്നു. പാവം പ്രതിഷേധത്തിന് വന്ന സാധാരണക്കാരനായുള്ള ബി.ജെ.പി. പ്രവർത്തകർ ഈ പോലീസിന്റെ ലാത്തി ചാർജും ഇതുപോലെ ജലപീരങ്കി കൊണ്ടപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കൊള്ളാതെ, അല്ലെങ്കിൽ പോലീസിന്റെ ലാത്തിയുടെ കാറ്റ് പോലും കൊള്ളാതെ മാറി നിന്നു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എവിടെ അടി പൊട്ടും, എവിടെ വെള്ളം ചീറ്റും എന്നുള്ള കാര്യം അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ബോധമുണ്ട്. അതുകൊണ്ട് കയറി അങ്ങോട്ട് സമരം ചെയ്തോ, ഞാനിവിടെ ഉണ്ട്, കട്ട സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവിടെ മാറി നിന്നിട്ട് ബാക്കിയുള്ള പ്രവർത്തകരെ അങ്ങോട്ട് അഴിച്ചു വിടുകയാണ്. അതാണ് ഇന്ന് തിരുവനന്തപുരം KPCC ആസ്ഥാനത്തിന് മുന്നിൽ നടന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ അതിൽ തന്നെ പറഞ്ഞിരുന്നല്ലോ, അതായത് നമ്മുടെ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടക്കുന്നത് ഒരു പാർട്ടിയുടെയും ഒരു അടിസ്ഥാനമാക്കിയല്ല. എല്ലാ വിദ്യാർത്ഥികളും ആ ഒരു നീറ്റ് പരീക്ഷയ്ക്ക്, നീറ്റ് ക്രമക്കേടിൽ പ്രതിഷേധമായി രംഗത്തെത്തിയിട്ടുണ്ട് ജന്തർ മന്ദറിൽ. 10-20 അല്ലെങ്കിൽ ഒരു മാസത്തോളമായി അവിടെ ആ ഒരു ജന്തർ മന്ദറിൽ സമരം നടക്കുന്നു. ഈ 18 ദിവസത്തോളം പരിസ്ഥിതി പ്രവർത്തകനോ അല്ലെങ്കിൽ പ്രമുഖനായ സോനം വാങ്ചുക്ക് നിരാഹാരം അനുഷ്ഠിച്ച് അദ്ദേഹത്തിന്റെ നില സീരിയസ് ആയതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുറച്ചെങ്കിലും മനസാക്ഷിയുള്ള, അല്ലെങ്കിൽ കണ്ണിച്ചവരെയുള്ള, അല്ലെങ്കിൽ രാഷ്ട്രത്തിനോട് കുറച്ചെങ്കിലും പ്രതിബദ്ധതയുള്ള ഒരു പ്രവർത്തകനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അഭിസംബോധന ചെയ്ത് ഒരു വാക്കെങ്കിലും പറയണ്ടേ? ഇതുവരെ ഒരു ബി.ജെ.പി. പ്രവർത്തകൻ ഈ ഒരു വിഷയത്തിൽ ഒരു ദുഃഖമെങ്കിലും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടോ ഇതുവരെ? ആകെ പറഞ്ഞത് ഈ ഒരു സമരം തീവ്രവാദികൾ സ്പോൺസർ ചെയ്യുന്നതാണ്, ഇത് കാശ് കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ വിദേശ ശക്തികളാണ്, ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പാറ്റകളാണ്, ഈയാമ്പാറ്റകളാണ് ഈ സമരം നടത്തുന്നതെന്നാണ്. കൂടാതെ ഈ ഒരു കോൺഗ്രസ് എന്നുള്ള പാർട്ടി ഈ സമരത്തെ അഭിസംബോധന ചെയ്തതിൻ്റെ എന്നും പറഞ്ഞ് ഒരുപാട് പ്രതിഷേധവും വന്നിരുന്നു. അങ്ങനെ ആ ഒരു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ ഈ കോൺഗ്രസ് നേതാക്കൾ, അതായത് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഖാർഗെ, അതുപോലെ നമ്മുടെ KC വേണുഗോപാൽ, മുഖ്യമന്ത്രി V.D. സതീശൻ, D.K. ശിവകുമാർ, കർണാടക മുഖ്യമന്ത്രി, ഇവരെല്ലാവരും ഒരുമിച്ച് അവിടെ തമ്പടിച്ച് സമരം നടത്തി. ഇവർക്കെതിരെയും പോലീസിന്റെ വലിച്ചിഴക്കലും അല്ലെങ്കിൽ തെരുവിലൂടെ വലിച്ചിഴച്ചാണ് അവരെ പോലീസ് കസ്റ്റഡി എടുത്ത്. ശരിക്കും പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യമായ ഒരു ഇന്ത്യയിൽ നടക്കരുതാത്ത ഒരു സംഭവമായിരുന്നു ഇന്ന് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ഇതിലെ ഒന്നും അപലപിക്കാതെയാണ് ഈ തികഞ്ഞ മോദി ഭക്തനായ രാജീവ് ചന്ദ്രശേഖർ ഈ കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് മോദിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മോദിയെ അപമാനിക്കുന്നു, കോൺഗ്രസിനെ നിലയ്ക്ക് നിർത്തണം എന്ന രീതിയിലുള്ള ആഹ്വാനങ്ങളുമായി KPCC ആസ്ഥാനത്തേക്ക് സമരം നടത്തുന്നത്. ഇതിൻ്റെ മറ്റൊരു വശം വേണമെങ്കിൽ ഞാൻ പറയാം. അതായത് നമ്മുടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രം അയച്ച കുറച്ചേറെ കാശ് ഈ ഒരു സംസ്ഥാന നേതൃത്വം അടിച്ചു മാറ്റിയതായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സംസ്ഥാനത്ത് ഈ ഒരു കാശ് അടിച്ചു മാറ്റിയതിൽ സംസ്ഥാനത്തിനോട് കേന്ദ്രത്തിന് സ്വാഭാവികമായിട്ട് അതൃപ്തി വരില്ലേ, ചോദ്യങ്ങൾ വരില്ലേ? അപ്പോൾ ഈ കാശ് എവിടെ കൊണ്ടുപോയി ചിലവഴിച്ചു എന്ന് ചോദിക്കില്ലേ? ഈ ചിലവഴിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾ തോറ്റു എന്ന് കേന്ദ്രം ചോദിക്കില്ലേ? ഇതിനെല്ലാത്തിനും വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ഇല്ലാത്തതുകൊണ്ട് അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് അങ്ങോട്ട് മുതലാക്കി. അതാണ് ശരിക്കും ഇന്ന് സംഭവിച്ചത്. ഇപ്പം പറഞ്ഞ പോലെ മോദിക്കെതിരെ അല്ലെങ്കിൽ ബി.ജെ.പിക്കെതിരെ ഒരു സംസാരിക്കുന്നത്, ഇപ്പോൾ ബി.ജെ.പിക്കെതിരെ അല്ല, ആ ഒരു സിസ്റ്റത്തിനെതിരെ സംസാരിച്ചാലും അത് പാർട്ടിയാണ് നോക്കി എന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇരിക്കുന്നത്. അതുപോലെ ഒരു ന്യൂസ് വന്നു ബി.ജെ.പിക്കെതിരായത്. ചാക്കിനകത്ത് 20 കോടി രൂപയുടെ പണം
കേരളത്തിലേക്ക് തിരഞ്ഞെടുപ്പ് സമയത്ത് വന്നു. അത് ഭാരവാഹികൾ അല്ലെങ്കിൽ BJP പ്രവർത്തകർ മോഷ്ടിച്ചു അല്ലെങ്കിൽ എടുത്തു എന്നുള്ള രീതിയിൽ. അത് നമ്മുടെ തൃശ്ശൂരിൽ നിന്നാണ് ആ ന്യൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ നന്നാക്കി, ഇവിടെ ചെയ്ത തെറ്റുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അല്ലാതെ മറ്റു പാർട്ടിയെ അടിച്ചമർത്താനല്ല, മറ്റു പാർട്ടി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധത്തിനെതിരെ സംസാരിക്കാതിരിക്കുകയല്ലേ വേണ്ടത്. രാജീവ് ചന്ദ്രശേഖർ എന്നൊക്കെ പറയുമ്പോൾ കുറെ വിദ്യാഭ്യാസം വിവരമുള്ള ഒരു വ്യക്തിയല്ലേ. BJP ചേർന്നപ്പോഴത്തേക്ക് വിദ്യാഭ്യാസം ബുദ്ധിയൊക്കെ പോയതുപോലെ തോന്നുന്നത്. അല്ല, ശരിക്കും BJPയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് മോദിയെ എത്രത്തോളം പുകഴ്ത്തി പറയാമോ അത്രത്തോളം പുകഴ്ത്തി പറയുക എന്നുള്ളതാണ് BJPയിലേക്ക് അഡ്മിഷൻ ലഭിക്കാവുന്ന ഏറ്റവും പ്രാഥമികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു നിലവാരം. അത് മതി, അത് അദ്ദേഹത്തിന് ആവശ്യത്തോളം ഉണ്ട്. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഒരു കേന്ദ്രവുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിൽ അദ്ദേഹം കുറച്ച് മൂടി വെച്ച കുറച്ച് നഗ്ന സത്യങ്ങളുണ്ട്. ആ നഗ്ന സത്യങ്ങൾ പുറത്ത് ഇട്ടാൽ അദ്ദേഹം നേരെ ഇരുമ്പഴിക്കുള്ളിലാവും. അപ്പൊ അറിയാം, മോദിയെ വെറുപ്പിക്കാതെ മോദി സ്തുതി പാടി ഈ സമൂഹത്തിൽ ഇതുപോലെ അപഹാസ്യനായി നടന്നാലും വേണ്ടില്ല, ഇരുമ്പഴിക്കുള്ളിൽ കിടക്കില്ലല്ലോ. അതാണ് ഇദ്ദേഹത്തിന്റെ കൺസേൺ. ഇപ്പോ തൃശ്ശൂർ എന്നല്ലല്ലോ ലാസ്റ്റ് പറഞ്ഞത്. ഇപ്പോ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം, കോഴിക്കോട് കൂടാതെ ഇപ്പോ ലാസ്റ്റ് 3ാമത്തെ ജില്ലയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അല്ലെ. അതെ, 4ാമത്തെ ജില്ലയാണ്. ഇപ്പോ ഈ ദിവസങ്ങൾ കൂടുന്തോറും ജില്ലയുടെ എണ്ണം കൂടി വരികയാണ്. ഇപ്പോ അതിന് പറഞ്ഞതനുസരിച്ച് 17 കവറുകളിലായി 25 കോടി രൂപ. അതെ, ഞാൻ ഈ ചില സിനിമകളിൽ മാത്രമേ ഉള്ളൂ ഈ അട്ടിയിട്ട പണം ഇങ്ങനെ ഇടുന്നത്. പക്ഷെ ഇത് ഒരു റിയൽ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചോ നോക്കിയപ്പോ അതിന്റെ ഒരു വലിയൊരു എക്സൈറ്റ്മെന്റ് ആണ്. ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ തൃശ്ശൂർ BJP ജില്ലാ ഓഫീസിലെ മുൻ സെക്രട്ടറിയാണ് ഇതുപോലെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് വേണ്ട രീതിയിലുള്ള കമ്മീഷനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു വിഹിതമോ കിട്ടി കാണില്ല. അതുകൊണ്ടാണ് BJP ആയിട്ട് തെറ്റി ഈ ഒരു സത്യം ഈ ഒരു സമയത്ത് വെളിപ്പെടുത്തിയത്. ഇപ്പോ BJP എങ്ങനെ നാറ്റിച്ചാലും നല്ല രീതിയിൽ നല്ല മൈലേജ് കിട്ടുമല്ലോ. ആ ഒരു മൈലേജിൽ നാറ്റിച്ചാൽ ഈ അതായത് ഈ ഒരു ജീവനക്കാരനും അതിൻ്റെതായിട്ടുള്ള ഒരു മൈലേജ് ലഭിക്കും. കാരണം മീഡിയ അറ്റൻഷൻ അല്ലെങ്കിൽ സമൂഹത്തിൽ കുറച്ചും കൂടി ഒരു അറ്റൻഷൻ സീക്കിംഗ് ഉണ്ടാവും. അതാണ് ഇവരുടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി. അങ്ങനെ ഈ എങ്ങനെയും കേരളം പിടിച്ചടക്കാമെന്ന് വിചാരിച്ച് കേന്ദ്രം അയച്ച 500 കോടിയിൽ കുറച്ച് വിഹിതം ഈ തൃശ്ശൂരിലെ ജില്ലാ നേതൃത്വം നൈസായിട്ടും കൂടെ അടിച്ചു മാറ്റി. ഇതാണ് പുതിയതായിട്ട് പുറത്തു വരുന്ന യാഥാർത്ഥ്യം. അപ്പോൾ ഇതെല്ലാം കൂട്ടി വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഓരോ BJP നേതാക്കളും അടിച്ചു മാറ്റുന്ന തുകയ്ക്ക് കണക്ക് പറയേണ്ടത് രാജീവ് ചന്ദ്രശേഖറാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു പെട്ടുകിടക്കുന്ന അവസ്ഥയിൽ കുറച്ചെങ്കിലും കേന്ദ്രത്തെ സുഖിപ്പിക്കാൻ കിട്ടുന്ന ഒരു ഗോൾഡൻ ചാൻസ് അദ്ദേഹം മിസ്സാക്കാതെ യൂട്ടിലൈസ് ചെയ്തു. അതാണ് ഇന്ന് അവിടെ സംഭവിച്ചത്.